2.5 വർഷം കൊണ്ട് 40 ലക്ഷം കുടുംബങ്ങളിൽ കുടിവെള്ളം എത്തിക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. ഏറ്റുമാനൂർ കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കിഫ്ബി കേരളത്തിന്റെ മുഖശ്രീയാണെന്ന് മന്ത്രി വി.എൻ. വാസവനും പറഞ്ഞു. എല്ലാ വീടുകളിലും ശുദ്ധീകരിച്ച കുടിവെള്ളം എത്തിക്കുകയെന്നത് സർക്കാരിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യമാണെന്ന് റോഷി അഗസ്റ്റിൻ. കിഫ്ബിയുടെ സാമ്പത്തിക സഹായത്തോടെ ആരംഭിച്ച ഏറ്റുമാനൂർ കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളെല്ലാം തരണം ചെയ്താണ് ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റിക്കും അതോടൊപ്പം അതിരമ്പുഴ, കാണക്കാരി, മാഞ്ഞൂർ പഞ്ചായത്തുകളിലെയും ചില പ്രദേശങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഈ പദ്ധതി നമുക്കിന്ന് ആരംഭിക്കാൻ സാധിക്കുന്നത്. ധാരാളം സ്കൂൾ കുട്ടികൾ, പബ്ലിക് സെക്ടറിൽ ജോലി ചെയ്യുന്നവർ, സ്ഥാപനങ്ങൾ, നമ്മുടെ ഗ്രാമാന്തരങ്ങളിലെ വീടുകളിൽ പോലും നല്ല കുടിവെള്ളവും നമുക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടായി. അവിടെയാണ് ട്രീറ്റ് ചെയ്ത വാട്ടർ എല്ലാ കുടുംബങ്ങളിലും എത്തിക്കുന്ന മഹത്തായ പദ്ധതി ഏറ്റെടുത്തത്. 93.225 കോടി രൂപ ചെലവിട്ടാണ് ഏറ്റുമാനൂർ കുടിവെള്ള പദ്ധതി നടപ്പാക്കുന്നത്. ഇതുവഴി മേഖലയിലെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമാകുമെന്ന് മന്ത്രി വി.എൻ. വാസവൻ. ഇത്തരത്തിൽ നമ്മുടെ മണ്ഡലത്തിൽ മനുഷ്യനെ സംബന്ധിച്ചോളം ജീവവായു പോലെ പ്രധാനമാണ് ദാഹജലം. അപ്പോൾ ആ ദാഹജലം ലഭ്യമാകുക എന്നുള്ളതും അത് മനുഷ്യൻ്റെ അവകാശമാണ്. ആ അവകാശം സംരക്ഷിക്കാൻ വേണ്ടി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കൊണ്ടുവന്ന കിഫ്ബി പ്രോജക്റ്റാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഫണ്ട് സോഴ്സാണ് ഇതിനെല്ലാം ഇടയായിട്ടുള്ളത്. ദിനംപ്രതി 100 ലിറ്റർ ശുദ്ധജലം ഓരോ കുടുംബങ്ങളിലും എത്തിക്കുന്നതാണ് പദ്ധതി. അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് MLA ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിന്ദു, ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ, ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുത്തു. സാംജിത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോ സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.